dear physics warriors. അപ്പോൾ നമ്മൾ നീറ്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ ഈ കേസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 blocks A and B of masses 3m and m respectively are connected by a massless inextensible string. Okay, the whole system is suspended by a massless spring. Okay, as shown in the figure. ഫിഗറിൽ നിന്ന് നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആണ്. അതായത് 2 മാസ് ഉണ്ട്, അതിനെ നമ്മൾ ഒരു മാസ്ലെസ് ആയിട്ടുള്ള ഒരു സ്പ്രിങ്ങുമായിട്ട് കണക്ട് ചെയ്തേക്കുവാണ്. The magnitude of acceleration of A and B immediately after the string cut and respectively. അതായത് പെട്ടെന്ന് ഇതിനെ നമ്മളൊന്ന് കട്ട് ചെയ്ത് വിടുവാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും ഈ 2 മാസിനും എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം സോ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് ബേസ് ചെയ്ത് തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിയുടെ ആക്സിലറേഷൻ എന്തായിരിക്കും? അത് ഫ്രീലി ഫോളിംഗ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ എന്തായിരിക്കും? ജി ആയിരിക്കും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. സോ ഇവിടെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എയും ബിയും ഓക്കെ രണ്ടും, ഇത് എയുടെയാണ് ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്, സെക്കൻഡ് വൺ ഇസ് ബി. എയുടെ ആക്സിലറേഷൻ, ബിയുടെ ആക്സിലറേഷൻ. സോ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിയുടെ ആക്സിലറേഷൻ നമുക്ക് മനസ്സിലായി ജി ആണ്, കാരണം അത് ഫ്രീലി ഫോളിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ജി ആണ്. സോ ബിയുടെ കിട്ടി ജി ആണെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻസ്, ഇത് രണ്ടും അല്ല നമുക്ക് മനസ്സിലായി, 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇതിൽ നിന്ന് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം എന്തായാലും ഇതിന്റെ ആക്സിലറേഷൻ ജിക്ക് ഈക്വൽ ആയിരിക്കില്ല. ഓക്കെ, സോ G/3 ആണ് എന്റെ ആക്സിലറേഷൻ നമുക്കറിയാം. സോ എങ്ങനെ നമുക്ക് മനസ്സിലാവുന്നത്? സോ ഇവിടെ മുകളിലോട്ട് ടോട്ടൽ ടോട്ടൽ ആ സ്ട്രിങ്ങിലോട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും? യെസ്, ഇവിടുത്തെ ഈ 3m ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ m ഉണ്ടായിരിക്കും. അതായത് ടോട്ടൽ 4mg. ഓക്കെ, ടോട്ടൽ 4mg ആണ് മുകളിലോട്ട്. ഓക്കെ അല്ലേ? ഇനി ഇത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴത്തോട്ട് വരുന്ന ഫോഴ്സ് എത്രയായിരിക്കും? ദാറ്റ് ഇസ് 3mg. ഓക്കെ അല്ലേ? ദാറ്റ് ഇസ് 3mg. ക്ലിയർ? സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4mg മുകളിലോട്ടും 3mg താഴോട്ടും ഓക്കെ ഓപ്പോസിറ്റ് ആണ്. സോ നമുക്ക് കിട്ടി 1mg. ഓക്കെ അല്ലേ? 1mg എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി F is equal to ma ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ A which is equal to F/m ആണ്. ഓക്കെ അല്ലേ? സോ ഇവിടെ F എന്ന് പറയുന്നത് എന്താ കിട്ടിയത്? mg എന്ന് കിട്ടി. ഇനി m എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? യെസ്, 3m ആണ്. ഓക്കെ, m എത്രയാണ്? 3m ആണ്. സോ ഈ m ഉം ക്യാൻസൽ ആയി പോയി, നമുക്ക് കിട്ടി G/3. സോ ഹെൻസ് ഓപ്ഷൻ A is correct. ഓക്കെ, സോ എങ്ങനെയാ വന്നത്? ഫസ്റ്റ് നമ്മൾ ആ സ്പ്രിങ്ങിലോട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് നോക്കി, അത് 4mg ആണ്. ഇത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ m മാസ് താഴത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ താഴത്തോട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും? 3mg ആയിരിക്കും. സോ അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 1mg ആണെന്ന് കിട്ടി. ഇനി നമുക്കറിയാം ആക്സിലറേഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? F is equal to ma ആണ്. F is equal to ma എന്ന് പറയുമ്പോൾ F/m ആണ്. ഓൾറെഡി നമുക്ക് ഇവിടെ നെറ്റ് F കിട്ടി, അതായത് നെറ്റ് ഫോഴ്സ് കിട്ടി, ദാറ്റ് ഇസ് mg ആണ്. അതുപോലെ m നമുക്കറിയാം 3m ആണ്. അങ്ങനെയാണെങ്കിൽ m ഉം ക്യാൻസൽ ആയി പോയി, നമുക്ക് കിട്ടി G/3. സോ ഓപ്ഷൻ നോക്കുമ്പോൾ രണ്ടും കറക്റ്റ് ആയി വന്നിട്ടുള്ളത് ഓപ്ഷൻ എക്കാണ്. സോ ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ്. നമ്മൾ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് DKയിൽ നിന്ന്, റേഡിയോ ആക്റ്റീവ് DKയിൽ നിന്ന് വന്നിട്ടുള്ള ഹാഫ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട്. സോ അതിൽ നിന്ന് നമ്മളെടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ യെസ്, വളരെ ഈസിയാണ്. സോ ഇങ്ങനെ ഈസി ആയിട്ട് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാവുന്ന റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറിയണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. എവറി ഡേ നമ്മൾ PYQs അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ നോട്ടിഫിക്കേഷൻസ് കിട്ടണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട സബ്സ്ക്രിപ്ഷൻ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ത്രൂ ലൈക്സ്, ഷെയർ, സബ്സ്ക്രിപ്ഷൻ ഒക്കെയാണ്. സോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഫ്രണ്ട്സിന്. നിങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും, നിങ്ങൾ അറിയാത്ത നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഓക്കെ, അവരും എല്ലാവരും എന്താ പറയുന്നത്, ഇതുപോലെ നിങ്ങളോടൊപ്പം പഠിച്ച് മുന്നേറാനായിട്ട് നിങ്ങളൊരു കാരണക്കാരനാവുക അല്ലെങ്കിൽ കാരണക്കാരിയാകാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഒരുപാടൊന്നും പറയുന്നില്ല, പെട്ടെന്ന് നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. യെസ്, for a radioactive material half-life is 10 minutes. So half-life is 10 minutes.
if initially there are 600 number of nuclei, so നമുക്ക് എങ്ങനെ എഴുതാം n0 which is equal to 600 number of nuclei, the time taken in minutes for the disintegration of, so നമുക്ക് final കിട്ടി n dash കിട്ടി, that is 450. okay 450 അതിനെടുക്കുന്ന സമയമാണ്, ഡിസിൻറ്റഗ്രേഷൻ എടുക്കുന്ന സമയമാണ് വേണ്ടത്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, എൻ കണ്ടുപിടിക്കണം. എൻ എങ്ങനെ കണ്ടുപിടിക്കും, n0 മൈനസ് എൻ ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ടു, ഓക്കെ 600 മൈനസ് 450 വിൽ ബി ഈക്വൽ ടു 150. എൻ നമുക്ക് കിട്ടി 150 എന്ന് കിട്ടി, ഓക്കെ അല്ലേ, എൻ കിട്ടി 150. ഇനി എന്താ ചെയ്യേണ്ടത്, n ബൈ n0, n0 ഓൾറെഡി അറിയാം 600 ആണ്, which is equal to 1 by 2 t by th. okay, t ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n ന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയായിരുന്നു 150 ആണ്, ഡിവൈഡഡ് ബൈ n0 എത്രയാണ് മക്കളെ, ദാറ്റ് ഈസ് 600. okay, n0 എന്ന് പറയുന്നത് 600 ആണ്, which is equal to 1 by 2 all raised to t by 10. okay, സോ ഇവിടെ നിങ്ങൾക്ക് എഗെയിൻ കൺഫ്യൂഷൻ ഉണ്ടാവും, ഇനി എങ്ങനെ മുന്നോട്ട് പോകും, ഇനി എന്ത് ചെയ്താലാണ് ഇനി നമുക്ക് ടി കിട്ടുക. ഓക്കെ, കുറേ മെത്തേഡ്സ് ഉണ്ട്. സോ ഈസി മെത്തേഡ് ഏതാണ് മിസ് വേഗം പറഞ്ഞായോ എന്ന് പറയുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞുതരും. ഓക്കെ, യെസ്, നമുക്ക് നോക്കാം. 150 by 600 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1/4. അഗെയിൻ 1/4 വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഓൾ റേസ് ടു ടി ബൈ 10. സോ ഇവിടെ നമുക്കറിയാം 1/4 ആണ്. അതിനെനിക്ക് എങ്ങനെ മാറ്റി എഴുതാം, 1/2 ഓൾ സ്ക്വയർ. ഓക്കെ, 1/2 ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ആൻസർ വരുന്നത്, 1/4 ആണ്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതിയേക്കുവാണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഓൾ റേസ് ടു ടി ബൈ 10. സോ നമുക്കറിയാം 1/2 കോമൺ വന്നേക്കുവാണ് അല്ലേ, 1/2. പവേഴ്സ് നോക്കുവാണെന്നുണ്ടെങ്കിലോ ഇപ്പുറത്ത് 2 ആണ്, അതുപോലെ തന്നെ ഇപ്പുറത്താണെങ്കിലോ ടി ബൈ 10 ആണ്. ഓക്കെ, സോ നമുക്കത് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പുറത്തെ സൈഡിൽ രണ്ടും 1/2 ആണ്, ഇവിടുത്തെ പവർ എന്ന് പറയുന്നത് 2 ആണ്, ഇവിടുത്തെ 1/2 പവർ എന്ന് പറയുന്നത് ടി ബൈ 10 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുവാണ്. സോ 2 into 10 which is equal to t, that is 20 minutes. okay, 20 minutes which is equal to t, hence the answer is 20 minutes. ഈസി അല്ലേ. സോ ഇവിടെ ആകെ ചെയ്യേണ്ടത് ഈ ഒരു കമ്പാരിസൺ മാത്രമാണ്. ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്പിലാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് കൂടുതൽ വരുന്നത്. ആ ഒരു സ്റ്റെപ്പ് കൃത്യമായിട്ട് ഓർക്കുക. ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലും കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ എഴുതിയിട്ട് സോൾവ് ചെയ്യാനായിട്ട് നോക്കുക. ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. സോ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും വിട്ടുപോകരുത്. ഇതുപോലുള്ള കൂടുതൽ PYQs വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ വേണമെങ്കിൽ പിന്നെയും ചെയ്യുന്നതായിരിക്കും. സോ അത് നിങ്ങളിലൂടെ ഞങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സ് ആണ് ഏക വഴി. സോ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം, മാം ഞങ്ങൾക്ക് PYQ ഈ ഒരു ചാപ്റ്ററിൻ്റെ PYQs ഒരുപാട് വേണം. ആൻഡ് അങ്ങനെ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു 4 to 5 minutes ആണ് നമ്മുടെ വീഡിയോ ഡ്യൂറേഷൻ വരുന്നത്. ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ വേഗം വരുന്നതായിരിക്കും. സോ ഞങ്ങളെയും സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സോ യെസ്, ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.